ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രോഷ്യ ബേസിക്സ് പഠിച്ചാലോ. സോ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. സോ കമോൺ, ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹുക്കാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ് ആൻഡ് ഇതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് തന്നെ ഒരുപാട് വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കംഫർട്ടബിൾ ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതാണ് യൂസ് ആയ ബിഗിനേഴ്സിന്. അങ്ങനെ അത് കഴിഞ്ഞാണ് ഞാനിത് സെക്കൻഡ് ഹുക്കാണ്. ഇതിൻ്റെ 3.5 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇത് ഒരു അടിയിലൊരു സിലിക്കോൺ ടൈപ്പാണ്, പിന്നെ മേലെ ഒരു സ്റ്റീൽ ടൈപ്പും കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്, കംഫർട്ടബിളാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സിന് ഞാൻ ആദ്യം കാണിച്ചു തന്നായിരിക്കും ബെറ്റർ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു യാണാണ് പ്രാക്ടീസായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹുക്കായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഹെൽപ്പ് ആവുക. എന്നിട്ട് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തേത് മേടിച്ചു. സോ എന്തായാലും ഈ ഒരു യാണ് നമ്മളൊരു നൂലിൻ്റെയൊക്കെ ഒരു കളർ യാണാണ്. ഇതാണ് ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എടുക്കാറ്. നമ്മളെ കയ്യിൽ നല്ല കംഫർട്ടബിളായിട്ട് പിടിക്കാനും ചെയ്യാനും നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു യാൺ തന്നെയാണ്. പിന്നെ ഈ യാണൊക്കെ 10 രൂപ മുതൽ ഒരുപാട് കടയിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്കിനി നേരെ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ പിടിക്കുക. ആദ്യം ഒന്ന് ചെറിയ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, പറയുമ്പോഴേക്കും ചിലപ്പോൾ മനസ്സിലാവാതിരിക്കുക. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു എക്സ് ഷേപ്പിലും അതുപോലെ തന്നെ ഒരു എക്സ് ഒരു ഇതിൽ ബാക്ക് സൈഡ് വേറൊരു ടൈപ്പായിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തൂടെ എടുത്തിട്ട് മേൽഭാഗത്തെ ഹുക്കിന് അത് കൂടെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇത് ചെയ്യാനുള്ളത് ഇത് എങ്ങനെയാണ് ചെറുതാക്കാമെന്ന് നോക്കാം. ഈ ഒരു യാണിൻ്റെ വർക്കിംഗ് ഡോട്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനി നേരെ ഇതിനകത്തൂടെ കൊണ്ടുപോയിട്ടാണ് നമുക്കിനി ക്രോഷ്യ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ഇത് പിടിച്ചിട്ട് വലിച്ച് ചെറുതാക്കി കൊടുക്കണം. നമ്മളെ ഹുക്കിന് എത്ര നമുക്ക് യൂസ്ഫുള്ളാണ് അത്രയും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹുക്ക് എടുക്കാം. ഇനി ഹുക്ക് ഇതിനകത്തൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടിയിലേക്ക് കൊണ്ടുവന്ന് മേലേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ചെറിയൊരു ഇത് കണ്ടോ, ഇതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് വരാനും പഠിച്ചു. സോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എളുപ്പമായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇപ്പോൾ സ്റ്റെപ്പ് 2 ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയിൻ സ്റ്റിച്ച് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തത് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി മനസ്സിലാവാത്തവർക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ സ്ലോ ആയിട്ട് പ്ലേ സ്പീഡ് സ്ലോ ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. സോ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. സോ നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഒരു വേറെ വീഡിയോയിൽ വരാം. സോ അത്രയ്ക്കേ ഉള്ളൂ. സോ പാർട്ട് 2 വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.